ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നല്ലൊരു വടയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് വൈകുന്നേരം ചായയോടൊപ്പമോ അതുപോലെ ഇപ്പോൾ ഈ ഒരു നോമ്പിന് ഇഫ്താറിനൊക്കെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു വടയുടെ റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാൻ, കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്കായി ഇത്രയും അളവിലെ ചെമ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഉപ്പും കുരുമുളക് പൊടിയിട്ട് നല്ലോണം വേവിച്ചെടുത്ത ചെമ്മീനാണ്. അപ്പോൾ ഇതിൽ ചിക്കൻ വെച്ചിട്ടും ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിന്ന് ചെമ്മീനിലാണ് ഈ ഒരു വട തയ്യാറാക്കി എടുക്കുന്നുള്ളത്. ഇനി മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് പൾസ് ചെയ്തെടുത്ത് വരാം. ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതുപോലെ ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ക്രഷ് ചെയ്തെടുത്ത ചെമ്മീൻ ഇതിലിട്ട് ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് ചെറുതായി ഒന്ന് മാറുന്നത് വരെ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് റോസ്റ്റായി കിട്ടും. ഇത്രയും മതി. ഇനി ഇതിലേക്ക് ഈ ഒരു അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 250 ml കപ്പിലാണ് ഞാൻ ഇത്രയും വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചെമ്മീൻ വേവിച്ചെടുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മസാലകളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും അതുപോലെ ഒരു ചെറിയ പീസ് മാഗി ക്യൂബും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ ക്രഷ്ഡ് ചില്ലിയും കുറച്ച് മല്ലിയിലയും കൂടിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലപ്പൊടിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മാഗി ക്യൂബ്സൊക്കെ അലിഞ്ഞ് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് ഇത്രയും മസാലപ്പൊടികളും വെജിറ്റബിൾസൊക്കെ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത് റവ വെച്ചിട്ടാണ്. അപ്പോൾ ഇത്രയും അളവിൽ റവ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ റോസ്റ്റ് ചെയ്ത റവയാണ്. ഇനി ഇതിലേക്ക് ഇതുപോലെ ഇങ്ങനെ കുറച്ചായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയം ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ച് വേണം ഇതുപോലെ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് റവ ആയതുകൊണ്ട് കുറുകി വരും. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ റവയൊക്കെ നല്ലോണം വെന്ത് കുറുകി വരണം. ഇതിൽ വെള്ളത്തിൻ്റെ അളവൊന്നും നമുക്കങ്ങനെ കറക്റ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് റവ കുറുകി വരുന്നതിനനുസരിച്ച് വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് ഇത് നല്ല കറക്റ്റാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ നല്ലോണം ഞാനിതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ റവയൊക്കെ തിക്കായി വരുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് ഇതുപോലെ പതുക്കെ വേണം ചെയ്തെടുക്കാൻ. അപ്പോഴേ കറക്റ്റ് റവയൊക്കെ നല്ലോണം നമുക്ക് വെന്ത് കിട്ടും. ഇനി ഈ സമയം കുറച്ച് ഓയിലും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യോ ഓയിലോ എന്തായാലും ഇതിലേക്കൊന്ന് കുറച്ച് ചേർത്ത് കൊടുത്താൽ അത് പാനിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ ഇളകി വരുന്ന സമയത്ത് നമുക്ക് നല്ല കറക്റ്റായി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു അളവെന്ന് പറയുന്നത് ഈ പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ റവയൊക്കെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഞാനിതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കൈയോട് തൊടാൻ പറ്റുന്ന ആ ഒരു ചൂടിൽ തന്നെ നല്ലോണം ഇതൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം. ഇനി കയ്യിലേക്ക് ഞാൻ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് ഇതുപോലെ ചെറിയ ബോൾസായി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറിയ ബോൾസാക്കി എടുക്കുന്നുള്ളത്. അപ്പോൾ ഒരു വടയുടെ ഷേപ്പിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കയ്യിൽ ഓയിലാക്കി കൊടുത്ത് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ നല്ലോണം തിന്നാക്കി ഇതെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാമല്ലോ ഒരു വടയുടെ ഷേപ്പാകുമ്പോൾ അല്പം സൈഡൊക്കെ കുറച്ച് കട്ടിയോട് കൂടിയിട്ടല്ലേ ഉണ്ടാവുന്നത്. അപ്പോൾ അതുപോലെ ഇത് കുറച്ച് കട്ടിയോട് കൂടി തന്നെ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ നടുഭാഗത്ത് കൈവച്ച് ഇതുപോലെ ഇങ്ങനെ ഹോൾസാക്കി കൊടുക്കാം. നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഷേപ്പാണ്. ഇനി കൈവച്ച് കറക്റ്റ് ഷേപ്പായി കിട്ടുന്നില്ലെങ്കിൽ ഞാനിത് ഇതുപോലെ പൈപ്പിംഗ് ബാഗിൻ്റെ നോസിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് നല്ല ഷേപ്പാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തെടുക്കാനും ഈസിയാണ്. അപ്പോൾ ഇതുപോലെയും നമുക്ക് ചെയ്തെടുക്കാം.
അങ്ങനെ ഇതിപ്പോൾ എല്ലാ വടയും ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത്, ഒരുപാട് അങ്ങനെ പണിയൊന്നുമില്ല, പെട്ടെന്ന് നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. കയ്യിൽ കുറച്ച് ഓയിലാക്കി കൊടുത്തില്ലെങ്കിൽ നമുക്കിത് കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിച്ച് വരും. അതുകൊണ്ടാണ് കയ്യിലിങ്ങനെ ഓയിലാക്കി ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നുള്ളത്. അതുപോലെ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ല കട്ടിയായി വേണം കുഴച്ചെടുക്കാൻ, ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടില്ല. അങ്ങനെ ഇതിപ്പോൾ എല്ലാ വടയും ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കുറച്ച് ഓയിൽ ഞാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നല്ലോണം ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഓരോ വടിയായി ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വട ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഓയിൽ നല്ല ചൂടോട് കൂടി തന്നെ വേണം, ഇല്ലെങ്കിൽ ഇതിൽ നിന്നും മസാലയൊക്കെ ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇതിപ്പോൾ ഓരോ വടി ഇതുപോലെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതുവരെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ വട റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റുമാണ്. ചെമ്മീൻ വെച്ച് തയ്യാറാക്കിയതുകൊണ്ട് ആ ഒരു ചെമ്മീൻ്റെ മണവും ടേസ്റ്റും ഒക്കെ ആയിട്ട് നല്ലൊരു വെറൈറ്റി സ്നാക്സ് റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ ഒരു വെറൈറ്റി സ്നാക്സൊക്കെ തയ്യാറാക്കി കഴിക്കണം തോന്നുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാം. അങ്ങനെ ഇതിപ്പോൾ രണ്ട് സൈഡും നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അതുപോലെ ഇതിൻ്റെ മിക്സൊക്കെ കറക്റ്റായില്ലെങ്കിൽ നമുക്ക് ഓയിലിടുന്ന സമയത്ത് ഇതൊക്കെ ഇതുപോലെ ഓയിലിൽ നിന്നും പൊട്ടി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഴച്ചെടുക്കുന്ന സമയത്തൊക്കെ ഈ ഒരു സിമ്പിൾ സ്നാക്സ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യുക. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സിമ്പിൾ റെസിപ്പി ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളത് വടയൊക്കെ അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഒക്കെ കൂട്ടി കഴിക്കാം. അപ്പോൾ വീണ്ടും നല്ലൊരു അടിപൊളി റെസിപ്പിയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.